എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ നീറ്റ് UG 2025 പ്രവേശന പരീക്ഷയ്ക്ക് ഉള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഫെബ്രുവരി 7 വരെ NEET.NTA.NIC.in എന്ന വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നീറ്റ് എന്താണ് എന്നുള്ളത് അറിയാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് പറയാം. നീറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നുള്ളതാണ്. അതായത് മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു യോഗ്യതാ പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വിവിധ മേഖലകളിൽ പ്രവേശനത്തിനായിട്ട് വിവിധ തരത്തിലുള്ള എക്സാമിനേഷനുകൾ ഉണ്ടാകും. അപ്പോൾ അതുപോലെ മെഡിക്കൽ ഫീൽഡിലേക്കുള്ള, അതായത് മെഡിക്കൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് നീറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ നീറ്റിന് വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് +2 മാർക്ക് ആണ് പരിഗണിക്കുക. +2 മാർക്ക് എന്ന് പറയുമ്പോൾ നിലവിലിപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് നിങ്ങളുടെ മാർക്ക് നൽകേണ്ടതായിട്ടില്ല, രജിസ്റ്റർ നമ്പർ മാത്രമാണ് നൽകേണ്ടതായിട്ട് വരുള്ളൂ. ഈ ഒരു നീറ്റിൻ്റെ റിസൾട്ട് വന്ന ശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു +2 ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. അതായത് ആദ്യം നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷയാണ് ഉണ്ടാവുക. അതിനുശേഷം നീറ്റ് പരീക്ഷയുടെ റിസൾട്ട് വരും. റിസൾട്ട് വരുന്ന സമയത്തേക്ക് നിങ്ങളുടെ +2 ഈ റിസൾട്ട് വരുന്നതായിരിക്കും. അതായത് +2 പബ്ലിക് എക്സാമിനേഷനൊക്കെ കഴിഞ്ഞ് റിസൾട്ട് വരികയും അതിനുശേഷം നിങ്ങളുടെ ആ ഒരു മാർക്ക് ഈ ഒരു നീറ്റിൻ്റെ വെബ്സൈറ്റ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകുന്നതുകൊണ്ട് അത് പരിശോധിച്ച ശേഷം പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു മതിയായ യോഗ്യതയുണ്ടോ എന്നുള്ളതനുസരിച്ച് നിങ്ങളുടെ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും. അതുപോലെ തന്നെ ഈ ഒരു എക്സാമിനേഷനിൽ നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. അതായത് നീറ്റ് പരീക്ഷയ്ക്ക് നിശ്ചിത കട്ട് ഓഫ് മാർക്ക് ഉണ്ട്. അപ്പോൾ അത് മാർക്ക് എങ്ങനെയാണ് ഈ ഒരു കട്ട് ഓഫ് മാർക്ക് തയ്യാറാക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള ആവറേജ് മാർക്കായിരിക്കും കട്ട് ഓഫ് മാർക്കായിട്ട് കണക്കാക്കുന്നത്. അതായത് ഈ ഒരു പരീക്ഷ എഴുതിയിട്ട് വിദ്യാർത്ഥികൾക്ക് കിട്ടിയിട്ടുള്ള, അതായത് ആവറേജ് മാർക്കായിരിക്കും ഈ ഒരു കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ, അതായത് അക്കാദമിക് ഡോക്യുമെൻറ്റുകൾ, അതുപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ്, അതുപോലെ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഇതുപോലുള്ള വിവിധ സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണോ റിസർവേഷൻസിനും, അതുപോലെ തന്നെ ഈ ഒരു പിന്നീട് കോഴ്സിലേക്ക് അഡ്മിഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾക്ക് ഫീസ് ആനുകൂല്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ അനുസരിച്ച് നിങ്ങൾ, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രഷ് ആയിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് വേണം. ഇതൊക്കെ, അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടത് എന്നുള്ളത് ഇൻഫോർമേഷൻ ബുള്ളറ്റിനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു അപേക്ഷ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നീറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക MBBS BDS, അതുപോലെ തന്നെ ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനി, അഗ്രികൾച്ചർ, ഫിഷറീസ്, ഫോറസ്ട്രി, വെറ്റിനറി, BTech ബയോടെക്നോളജി, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ സയൻസ്, അതുപോലെ BTech ബയോടെക്നോളജി, ഇതുപോലുള്ള വിവിധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനും, അതുപോലെ തന്നെ നഴ്സിംഗ്, BSc നഴ്സിംഗ്, അതായത് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലൊക്കെ ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നതിനൊക്കെ ആയിട്ട് ഈ ഒരു നീറ്റ് വഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ചില സർവ്വശാലകൾ നീറ്റ് യോഗ്യത മാനദണ്ഡമാക്കിയിട്ട് വിവിധ കോഴ്സുകൾക്ക് അഡ്മിഷൻ നൽകുന്നുണ്ട്. അങ്ങനെ വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു നീറ്റ് പരീക്ഷയിൽ നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് വിവിധ കോഴ്സുകളിൽ അഡ്മിഷൻ നേടാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പഠിക്കാനായിട്ട്, അതായത് MBBS BDS ഇതുപോലുള്ള വിവിധ കോഴ്സുകൾ നിങ്ങൾക്ക് കേരളത്തിലോ കേരളത്തിന് പുറത്തോ പഠിക്കണമെന്നുണ്ടെങ്കിൽ നീറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ രജിസ്ട്രേഷൻ ഈ ഒരു ഫെബ്രുവരി 7 വരെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക. രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ള വെബ്സൈറ്റ് എന്ന് പറയുന്നത് NEET.NTA.NIC.in എന്നുള്ള വെബ്സൈറ്റാണ്. രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി വെക്കുക. അതുപോലെ തന്നെ അപേക്ഷ നൽകുന്ന സമയത്ത് നിങ്ങൾ നൽകുന്ന ഡീറ്റെയിൽസൊക്കെ കൃത്യമാണ് എന്നുള്ളത് കൂടി പ്രത്യേകം പരിശോധിച്ച് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ, അതുപോലെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ഇവിടെ എക്സാമിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ നടക്കുന്നത്, അതായത് ഈ ഒരു രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുക ഈ ഒരു 7 മാർച്ച് 2025 വരെയും, അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ കറക്ഷൻ ചെയ്യാൻ സാധിക്കുന്നത് ഒരു 9 മുതൽ 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ്, മാർച്ച് മാസത്തിൽ. അതുപോലെ നിങ്ങൾക്ക് വരുന്ന ഫീസ് എന്ന് പറയുന്നത്, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1700 ആണ്. അതുപോലെ തന്നെ ജനറൽ EWS, അതുപോലെ OBC NCL സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ എന്നിവർക്ക് 1600 രൂപയാണ് ഫീസ് വരിക. SC ST PWBD തേർഡ് ജെൻഡർ എന്നിവർക്ക് 1000 രൂപയാണ് ഫീസ്. ഇന്ത്യക്ക് ഔട്ട്സൈഡിൽ ആണെങ്കിൽ 9500 രൂപയാണ് ഫീസ് വരിക. അതുപോലെ നിങ്ങളുടെ ഒരു എക്സാമിനേഷൻ്റെ
ഈ ഒരു സിറ്റി ഇൻറ്റിമേഷൻ, അതായത് നിങ്ങൾക്ക് ഏത് സിറ്റിയിലാണ് പരീക്ഷ ഉണ്ടാവുക എന്നുള്ളത് സംബന്ധിച്ച് അറിയാൻ സാധിക്കുന്നത് ഏപ്രിൽ 26-നും. അതുപോലെ നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാനായിട്ട്, അതായത് പരീക്ഷ എഴുതാനായിട്ട് ഒരു ഹാൾ ടിക്കറ്റ് ആവശ്യമാണ്. അതിനാണ് അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അഡ്മിറ്റ് കാർഡ് കിട്ടുന്നത് നിങ്ങൾക്കൊരു മെയ് 1-ാം തീയതിയും, അതുപോലെ നിങ്ങളുടെ എക്സാമിനേഷൻ മെയ് 4-ാം തീയതിയുമാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ 150 മിനിറ്റാണ് എക്സാം ഡ്യൂറേഷൻ, അതായത് 3 മണിക്കൂറാണ്. അതായത് ഈ ഒരു 2 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ സെൻറ്റേഴ്സ് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു ആൻസർ കേസും കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് എക്സാം കഴിഞ്ഞ ശേഷം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ റിസൾട്ട് വരുന്നത് ഈ ഒരു 14 ജൂണിനാണ് റിസൾട്ട് വരുന്നത്. ടെൻറ്ററ്റീവ് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ആ ഒരു സമയത്തേക്ക് റിസൾട്ട്, അതായത് വാല്യുവേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു സമയത്തേക്ക് റിസൾട്ട് വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.